തൃശൂർ ജില്ലയിൽ കേരള പഴനി എന്നറിയപ്പെടുന്ന ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര. രാവിലെ 5 മണിക്കാണ് സുഹൃത്തുക്കളോടൊപ്പം ഞങ്ങൾ ഈ യാത്ര ആരംഭിച്ചത്. കേരള പഴനി പോകുന്നുവെന്ന് എൻ്റെ ഫ്രണ്ട് രഞ്ജിനി ചേച്ചിയോട് പറഞ്ഞപ്പോൾ എന്നാൽ അവിടെ അടുത്ത് തൃക്കൂർ മഹാദേവ ക്ഷേത്രമുണ്ട്, അവിടെ കൂടി ഒന്ന് കയറാനായിട്ട് പറഞ്ഞു. ഗൂഗിളിൽ ഞങ്ങൾ തൃക്കൂർ മഹാദേവ ക്ഷേത്രം എന്ന് സെർച്ച് ചെയ്ത് നോക്കി. മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രം, എന്നാൽ അവിടെ കൂടി ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. തൃക്കൂർ മഹാദേവ ക്ഷേത്രവും കേരള പഴനിയും തമ്മിൽ ഏകദേശം 5 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ. ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. പിന്നെ ഒരു കാര്യം പറയാനായിട്ട് മറന്നുപോയി, നമ്മളുടെ ഈ യാത്ര പോകുന്നത് ഗോൾഡൻ ട്രാവൽസിനോടൊപ്പമാണ്. നിങ്ങൾക്കൊരു യാത്ര പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള വാഹനമാണെങ്കിലും ഇവിടെ ഗോൾഡൻ ട്രാവൽസിൽ അവൈലബിൾ ആണ്. ഗോൾഡൻ ട്രാവൽസിനെ ബന്ധപ്പെടാനുള്ള നമ്പർ ഞാനിവിടെ താഴെ കൊടുത്തേക്കാം. നമ്മളിപ്പോൾ തൃക്കൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഒരു ബോർഡ് കണ്ടു, അതിലെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ വഴിയിലൂടെയാണ് കേട്ടോ പോകുന്നത്. ഇതാ നമ്മൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഗൂഗിൾ മാപ്പ് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ പിറകുവശത്താണ്. നമ്മുടെ വണ്ടി അവിടെ നിർത്തി ചുറ്റും നോക്കി, ആരെയും കാണാനില്ല. ഞങ്ങളൊരു സൈഡ് പറ്റി മുന്നിലേക്ക് നടന്നു. ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഈ കാണുന്നതാണ് ക്ഷേത്രത്തിൻ്റെ മുൻവശം. നമ്മൾ ബസ്സിലൊക്കെ വരികയാണെങ്കിൽ ഇതിന് മുന്നിൽ തന്നെ നമുക്ക് ഇറങ്ങാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അവിടെ നിന്നും നമ്മൾ കയറി വരുന്നത് ക്ഷേത്രത്തിൻ്റെ മുൻവശത്താണ്. ക്ഷേത്രത്തിൻ്റെ മുൻവശം കാണാൻ തന്നെ എന്ത് ഭംഗിയാണല്ലേ. ഞങ്ങളെല്ലാവരും കൂടി ക്ഷേത്രത്തിനകത്തേക്ക് കയറി. സ്റ്റെപ്പ് കയറി അകത്തേക്ക് ചെന്നപ്പോൾ അവിടെ കുറച്ച് പ്രായമായിട്ടുള്ള ഒരു ചേട്ടൻ പറഞ്ഞു, നിങ്ങളിവിടെ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ നേരെ ക്ഷേത്രത്തിനകത്തേക്ക് കയറാതെ ഈ ക്ഷേത്രത്തിന് ഒന്ന് വലത്ത് വെച്ചതിന് ശേഷം മാത്രം അകത്തേക്ക് കയറണമെന്ന്. എന്നാൽ പിന്നെ ക്ഷേത്രത്തിനൊന്ന് വലത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഈ ക്ഷേത്രം ഇരിക്കുന്നത് ഒരു പാറയുടെ മുകളിലാണ്. അപ്പോൾ നമ്മൾ പ്രദക്ഷിണം ചെയ്യേണ്ടതും ഈ പാറയെയാണ്. ഇവിടെ ക്ഷേത്രത്തിൻ്റെ പണികളൊക്കെ നടക്കുന്നുണ്ട്. ഞങ്ങൾ രാവിലെ 7 മണിയോട് കൂടി തന്നെ ഈ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ മനോഹരമായിരുന്നു. അഗ്നിദേവനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ക്ഷേത്രം എന്നാണ് വിശ്വാസം. 8-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണെന്ന് കരുതുന്നു ഈ പാറയിൽ കൊത്തിയ ഗുഹാക്ഷേത്രം. ഇതൊരു ഗുഹാക്ഷേത്രമായതുകൊണ്ട് തന്നെ ബുദ്ധ സന്യാസിമാരൊക്കെ ഈ ഗുഹയിൽ ധ്യാനിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ഇവിടെ മുകളിൽ നിന്നും നമ്മൾ നോക്കുമ്പോൾ തൃക്കൂർ ഗ്രാമത്തിൻ്റെ ഒരു ഭംഗി അതിമനോഹരമായിരിക്കുന്നു. ഈ ക്ഷേത്രം ഇരിക്കുന്നത് വലിയ പാറയുടെ മുകളിലായതുകൊണ്ട് തന്നെ നമ്മൾ പ്രദക്ഷിണം ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ദൂരമുണ്ട്. എന്നാൽ നല്ലൊരു വൈബാണ് കേട്ടോ ഇതിലൂടെ ഇങ്ങനെ നടക്കാനായിട്ട്. നമ്മളിപ്പോൾ ക്ഷേത്രത്തിൻ്റെ പിറകുവശത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു സർപ്പക്കാവാണ് കാണുന്നത്. ഈ സ്റ്റെപ്പ് നമ്മൾ ഇറങ്ങി ചെല്ലുന്നത് സർപ്പക്കാവിലേക്കാണ്. ക്ഷേത്രത്തിൻ്റെ പിറകുവശത്ത് ഇങ്ങനെയൊരു ഗേറ്റ് ഉണ്ട്. അവിടെ വരെ ഞങ്ങളൊന്ന് ചെന്ന് നോക്കി. അതിമനോഹരമായിട്ടുള്ള സ്റ്റെപ്പുകളാണ് ഇവിടെ ഉള്ളത്. അതിലൂടെ എൻട്രൻസ് ഉണ്ടോ എന്നറിയില്ല, നോക്കിയിട്ട് കാട് പിടിച്ചതുപോലെയാണ് കിടക്കുന്നത്. ആ വഴിയൊന്ന് ഇറങ്ങി പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. ഞങ്ങൾ വീണ്ടും പ്രദക്ഷിണത്തിലാണ് കേട്ടോ. രാവിലത്തെ ആ ഇളവയിൽ നമുക്കിങ്ങനെ ക്ഷേത്ര പരിസരമൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. നമ്മുടെ പ്രദക്ഷിണം ഇവിടെ പൂർത്തിയായിരിക്കുന്നു. നമ്മളിനി നേരെ ക്ഷേത്രത്തിലേക്ക് കയറുകയാണ്. ഈ സ്റ്റെപ്പ് കയറി വേണം നമുക്ക് അമ്പലത്തിലേക്ക് എത്തിച്ചേരാൻ. ഇത്
ഇത് സ്വയംഭൂവായ ക്ഷേത്രമാണെന്നാണ് പറയപ്പെടുന്നത്. ഇവിടുത്തെ പ്രധാന വഴിപാട് പാളയും കയറുമാണ്. രോഗശാന്തിക്കൊക്കെ ഈ വഴിപാടാണ് ഇവിടെയുള്ളവർ നടത്തുന്നത്. എന്താണ് ഇത്രയും നാളായിട്ട് ഈ ക്ഷേത്രത്തെ പറ്റി നമ്മൾ അറിയാതിരുന്നത്? എത്ര കണ്ടാലും മതിവരാത്ത ഒരു ക്ഷേത്രം. ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സ് നിറഞ്ഞു. ഞങ്ങളിതാ തിരിച്ചിറങ്ങുകയാണ്. ഇവിടെ നിന്നും ഞങ്ങൾ പോകുന്നത് കേരള പഴനിയിലേക്കാണ്. തൃക്കൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ അതേ റൂട്ട് തന്നെയാണ് കേരള പഴനിയിലേക്ക് ഉള്ളത്. നമ്മൾ പോകുന്ന വഴിയിൽ തന്നെ കേരള പഴനിയുടെ ഒരു ബോർഡ് കണ്ടു. നമ്മൾ അതിലേ വിട്ടുപിടിക്കുകയാണ്. ഞങ്ങൾ വീഡിയോയിലൊന്നും കണ്ടിട്ടുള്ള ആ ഒരു എൻട്രൻസിലേക്ക് ആയിരുന്നില്ല നമ്മുടെ ഗൂഗിൾ മാപ്പ് കൊണ്ടുവന്ന് എത്തിച്ചത്. ഇതും അമ്പലത്തിന്റെ പിറകിൽ തന്നെയാണ് എത്തിപ്പെട്ടത്. എന്നാലും വഴിയൊന്നും തെറ്റിയിട്ടില്ല കേട്ടോ. നമ്മൾ ഈ കാട്ടിൻ്റെ ഉള്ളിലൂടെ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. ഇതാ നമ്മൾ ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ഈ വണ്ടിയിൽ പോകുന്നത് കൊണ്ടായിരിക്കാം ഗൂഗിൾ മാപ്പ് നമുക്ക് ഇങ്ങനെ ഒരു വഴി പറഞ്ഞു തരുന്നത്. നമ്മുടെ കാറ് കൊണ്ട് പോകാനുള്ള, നമുക്ക് ഒരുപാട് നടക്കാതെയുള്ള വഴിയാണ് നമുക്ക് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. കാറ് നമ്മളവിടെ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മളിതാ അമ്പലത്തിലേക്ക് പോവുകയാണ്. ഇതാ ഈ കാണുന്നതാണ് കേരള പഴനി. ക്ഷേത്രത്തിനകത്ത് കയറിയതിന് ശേഷം ഞങ്ങൾ ക്ഷേത്രത്തിന് ചുറ്റും ഒന്ന് നടന്ന് കാണുകയുണ്ടായി. ഇവിടെയും പണികൾ എന്തൊക്കെയോ നടക്കുന്നുണ്ടായിരുന്നു. ക്ഷേത്രവും ക്ഷേത്രത്തിൻ്റെ മുൻവശത്തുള്ള ഈ ആൽമരവും ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. പഴനിമലയെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണവും ഇതിൻ്റെ പെയിൻറ്റിങ്ങും എല്ലാം. ക്ഷേത്രത്തിൽ ഞങ്ങൾ വലത്തൊക്കെ വെച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ തിരിച്ചിറങ്ങുമ്പോൾ ഫ്രണ്ട് എൻട്രൻസ് വഴി തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഈ കാണുന്നതാണ് നമുക്ക് കയറി വരാനുള്ള പടികൾ. എന്തായാലും വന്നപ്പോൾ കാറിൽ വന്നത് കൊണ്ട് നമുക്ക് ഗ്രൗണ്ടിലേക്ക് നേരിട്ട് എത്താൻ പറ്റി. എന്നാൽ നമുക്ക് നടന്ന് തന്നെ, നമ്മൾ ഈ സ്റ്റെപ്പുകളെല്ലാം നടന്ന് തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ശരിക്കും ഇവിടുന്ന് താഴേക്കുള്ള വ്യൂ അതിമനോഹരമാണല്ലേ. നമ്മളെ തമിഴ്നാട്ടിലെ നമ്മുടെ പഴനിയിലുള്ളതുപോലെ തന്നെയാണ് ഇവിടുത്തെ ആംബിയൻസ്. നമ്മുടെ പഴനിമലയിലുള്ള അത്രയും പടികളൊന്നുമില്ല. ഏകദേശം ഒരു 260ഓളം പടികളാണ് ഇവിടെയുള്ളത്. ഇവിടെ തലമുണ്ടനം ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. നമ്മൾ ഈ പടികൾ ഇറങ്ങി ചെല്ലുന്നത് ക്ഷേത്രത്തിൻ്റെ എൻട്രൻസിലേക്കാണ്. ഇവിടേക്ക് വരാൻ കഴിഞ്ഞത് തന്നെ ഒരു ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. മുൻവശത്ത് നിന്ന് നമ്മളെ നോക്കിക്കുക, ക്ഷേത്രത്തിലേക്ക് നോക്കുമ്പോൾ തന്നെ എന്ത് ഭംഗിയാണല്ലേ. ഈ ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് തന്നെ ബസ് റൂട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് ബസ്സിൽ വരുന്നവർക്ക് അങ്ങനെയും ഉള്ള സൗകര്യമുണ്ട്.
പഴനിയോടും യാത്ര പറഞ്ഞ് ഞങ്ങളിതാ പുറപ്പെടുകയാണ്. ഇറങ്ങുമ്പോൾ തന്നെ 9 മണി ആയിട്ടുണ്ട്. നമുക്ക് വിശപ്പ് കുറേശ്ശെ തുടങ്ങിയിട്ടുണ്ട്. വിശപ്പ് മൂത്തപ്പോൾ ഞാനൊരു പാക്കറ്റ് പക്കാവടയൊക്കെ കഴിക്കുന്നുണ്ട്. പോകുന്ന വഴിയിൽ തന്നെ ഞങ്ങൾ വണ്ടി ഒന്ന് സൈഡാക്കി. ഞങ്ങൾ കുറച്ച് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു രാവിലത്തേക്കുള്ളത്. അതൊരു സൈഡിൽ മാറി എന്ന് എല്ലാവരും കൂടി കഴിച്ചു. വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു. ഇത് വേറെ എങ്ങോട്ടുമല്ല, കൊല്ലങ്കോട് കാണാനാണ്. ഇത്രയും ദൂരം നമ്മൾ വന്നിട്ട് കൊല്ലങ്കോട് മിസ് ചെയ്യാൻ പാടുണ്ടോ? കൊല്ലങ്കോടിൻ്റെ കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.